الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും നമ്മുടെ സ്വകാര്യ ജീവിതവും കുടുംബ ജീവിതവും സാമ്പത്തികവും സാമൂഹികവുമായ രംഗങ്ങളെല്ലാം പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാക്കി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് വളരെ കണിശമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനൊക്കെ അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീകളിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു റമദാൻ കൂടി വിട പറയുകയാണ്. ഈ റമദാനിലെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ചയാണ് ഇന്ന്. അള്ളാഹു അവന്റെ സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച് നരകം അത് അടച്ചു വെച്ച് എല്ലാ നിലക്കും അവന്റെ അടിമകളെ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു മാസമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൈശാചികമായ എല്ലാ പ്രേരണകളിൽ നിന്ന് മനുഷ്യനെ മുക്തമാക്കാൻ ഉതകും വിധം പരമാവധി നന്മകൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യനെ പരുവപ്പെടുത്തുന്ന കർമ്മങ്ങളുമായി മുന്നേറാൻ വേണ്ടി അള്ളാഹു എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ ഒരുക്കി തരികയാണ്. അത് എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തി എന്ന് ആലോചിക്കേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. അതിനുള്ള ഒരു ഹിസാബ് നടത്താനുള്ള ഒരു അവസരമായി ഈ സമയത്തെ നാം ഉപയോഗപ്പെടുത്താം. റമദാനിലെ ഒരു മഹ്ശറയായി ഈ വെള്ളിയാഴ്ചയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന്. ഇവിടെ പ്രയോഗം തന്നെ വിശുദ്ധ ഖുർആൻ എന്നല്ല, എന്തൊക്കെ പ്രവർത്തിച്ചു എന്നല്ല, എന്തൊക്കെ പ്രവർത്തിച്ച് അള്ളാഹുവിലേക്ക് സബ്മിറ്റ് ചെയ്തു. നമ്മളൊരു ഫോം ഫില്ല് ചെയ്താൽ ആ പ്രവർത്തനം നടക്കുന്നു. പക്ഷെ
അതാണ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ആ സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണല്ലോ അത് അങ്ങോട്ട് അപ്ലോഡ് ആകുന്നത് എന്ന രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്തു വെച്ചു എന്നല്ല, ആ ചെയ്തു വെച്ചത് എത്രമാത്രം അള്ളാഹുവിലേക്ക് എത്തി എന്നുള്ളത് ഓരോരുത്തരും നോക്കട്ടെ. ഖുർആൻ ബിമാ കസബത് എന്ന് പറയുന്നത് എന്തൊക്കെ സമ്പാദിച്ചു. അപ്പൊ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് സമ്പൂർണമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കട്ടെ. ഇതിന്റെ വിശദീകരണമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥം തന്ന് നിങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു അവസരമുണ്ടല്ലോ, അങ്ങനെ ആ വിചാരണ ചെയ്യുന്ന ആ അവസരത്തിന് മുമ്പായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കണക്കെടുത്ത് നോക്കൂ എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന്. നമ്മളെ കണക്ക് നമ്മളൊന്ന് എടുത്ത് അതിനെപ്പറ്റി എത്രമാത്രം ആയിട്ടുണ്ട് എന്ന് നോക്കുക. എന്നിട്ട് എന്താ നോക്കേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന്, എന്തൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കൂ. സൽക്കർമ്മങ്ങളായി നിങ്ങൾ തിരിച്ചു പോകുന്ന ആ ദിവസത്തേക്ക് വേണ്ടി, നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളെ നിർത്തുന്ന ആ ദിവസത്തിന് വേണ്ടി അമാലു സ്വാലിഹാത്തായിട്ട് സൽക്കർമ്മങ്ങളായി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിനു വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധന നടത്തൂ എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഈ മുഫസ്സിർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എത്രമാത്രം നമ്മൾ അത് നാളേക്ക് വേണ്ടിയിട്ട് സമ്പാദ്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ആലോചിക്കാനാണ് പറയുന്നത്. ഏതായാലും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതിലാണ് ഒരു വിശ്വാസിയുടെ വിജയം. അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, എത്രമാത്രം തെറ്റുകൾ ചെയ്ത മനുഷ്യരാണെങ്കിലും അവർക്കൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. മനുഷ്യ പ്രകൃതം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റുകളിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന പ്രകൃതമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയത്, പുറത്ത് സൗകര്യമില്ലാത്ത, ഇവിടെ അകത്തേക്ക് സൗകര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവിടെ പുറത്തിരിക്കുക, അല്ലെങ്കിൽ പിന്നെ മേലെ സൗകര്യമുണ്ട് അവിടേക്ക് കയറി ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ആവശ്യപ്പെടാം. അപ്പൊ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ ആദം നബിയെയും ഹവ്വയെയും നമ്മുടെ ആദ്യ പിതാവിനെയും മാതാവിനെയും സൃഷ്ടിച്ച് സ്വർഗത്തിലാക്കിയ ആദ്യമായി അവരോട് പറയുന്നുണ്ടല്ലോ, പഴയ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് ഒരു കാര്യമാണ് പറയുന്നത്, ഈ മരത്തിന്റെ അടുക്കലേക്ക് അടുക്കരുത്, ഈ മരത്തിന്റെ അടുക്കലേക്ക് അടുക്കരുത്. പക്ഷെ പൈശാചികമായ പ്രേരണയ്ക്ക് വിധേയമായി നമ്മുടെ മാതാപിതാക്കൾ ആ തെറ്റിലേക്ക് പോവുകയാണ്. ഉടനെ തന്നെ അള്ളാഹു അതിനുള്ള പരിഹാരവും അവിടെ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ആദം അലൈഹിസ്സലാം തന്റെ റബ്ബിൽ നിന്ന് തന്നെ ഏതാനും കലിമത്തുകൾ ഏറ്റുവാങ്ങി. എന്തായിരുന്നു ആ കലിമത്തുകൾ? ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദമും ഹവ്വയും നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു എന്നാണ്, പടച്ചവനെ ഞങ്ങളൊക്കെ തെറ്റ് വന്നു പോയി, വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ, പൊറുക്ക മാത്രമല്ല അതിന്റെ പുറമെ അള്ളാഹുവിന്റെ കാരുണ്യം കൂടി വേണം. അങ്ങനെ കാരുണ്യം ഇല്ല എങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീരും. പടച്ചവനെ നീ മാത്രമാണ് പൊറുക്കാനുള്ളത്, അതുകൊണ്ട് നീ പുറത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും പടച്ചവൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. ഈ കഥ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പഠിപ്പിക്കുക കൂടിയാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ പൂർത്തീകരണം അവിടെ നടക്കുകയാണ്. എപ്പോഴും തെറ്റിലേക്ക് വഴിപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെ തെറ്റ് വന്നാൽ തന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. കുല്ലു ബനി ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മനുഷ്യരെല്ലാവരും
തെറ്റ് വരാവുന്നവരാണ്. അങ്ങനെ തെറ്റ് വരാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്ന് പറഞ്ഞാൽ ആരാണ്? മടങ്ങുന്നവരാണ്. താപ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. മടങ്ങുന്നവരാണ്. മനുഷ്യരൊക്കെ ശുദ്ധ പ്രകൃതത്തിലാണ്. ആ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുക. അങ്ങനെ മടങ്ങുന്നവരാണ്. അതാണ് തൗബ ചെയ്യുന്നവരാണ് എന്നൊക്കെ അർത്ഥം പറയുന്നത്. അങ്ങനെ മടങ്ങി അള്ളാഹുവിലേക്ക് എത്തുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യർ, നല്ല മനുഷ്യർ. അപ്പൊ തെറ്റ് വരാം മനുഷ്യരുടെ പക്കൽ. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ചരിത്രത്തിന്റെ ആ കൂട്ടത്തിൽ സൂറത്ത് യൂസുഫിൽ കാണാൻ സാധിക്കും. യൂസുഫ് അലൈഹിസ്സലാം പറയുന്നതായി, ഞാൻ ഒരിക്കലും നിരപരാധിയാണ് എന്ന് പറയുന്നില്ല. കാരണം മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് എപ്പോഴും പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ പ്രകൃതം തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി, അതിൽ നിന്ന് പരമാവധി ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളായിട്ടാണ് ഇത്തരം ദിനരാത്രങ്ങളെ അള്ളാഹു ഏർപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നതല്ലോ, പ്രവാചക പറയൂ, എത്രമാത്രം അപരാധങ്ങൾ ചെയ്ത മനുഷ്യരാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് എന്ന് ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. ആളുകളോട് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് പഠിപ്പിക്കാം. എത്ര തെറ്റ് ചെയ്താലും ശരി, എന്തുമാത്രം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും ശരി, അങ്ങനെ അപരാധിയായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശരാവേണ്ടതില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശരാവുക വഴികെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, എന്തെന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ശരി അതൊക്കെ അള്ളാഹു പുറത്തു തരുമെന്ന്. അള്ളാഹുവിന്റെ കാരുണ്യം ആലോചിച്ച് നോക്കൂ. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം വിരുദ്ധമായി ചെയ്ത് അങ്ങനെ വൃത്തം വിട്ടുപോയി എന്തുമാത്രം ദോഷങ്ങൾ ചെയ്ത മനുഷ്യരാണെങ്കിലും ശരി, അള്ളാഹുവിലേക്കാണ് മടങ്ങിയാൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും ഏറെ കരുണ ചെയ്യുന്നവരുമാണ്. പുറത്തു തരും മാത്രമല്ല, പിന്നെ കാരുണ്യം കൂടി അള്ളാഹു ചെയ്തു തരും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങി വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവൻ സന്നദ്ധമാവുകയാണ് എങ്കിൽ അവന്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, ആ തെറ്റുകൾക്ക് പ്രേരകമായ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം നന്മകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന്. ഇത് മാത്രം കാര്യമാണ്. അള്ളാഹു പുറത്തു കൊടുക്കുന്നത് മാത്രമല്ല, പിന്നെ തെറ്റ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് എന്തെല്ലാം ഉണ്ടാവും, ആ പ്രേരണകളൊക്കെ നന്മയുടെ പ്രേരകങ്ങളാക്കി മാറ്റി, അതൊക്കെ നന്മകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന്. ഇങ്ങനെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറായിരിക്കുകയുമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, തന്റെ അടിമകൾ തന്റെ പകൽ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും രാത്രി അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ് അതിന്റെ പാപമോചനം കൊടുക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ വലിയ തെറ്റ് ചെയ്ത ഒരു സ്ത്രീയെ ശിക്ഷിക്കുന്നുണ്ട്, എറിഞ്ഞു കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവരെ കൊന്നതിന് ശേഷം ആ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അതുസല്ലി അലൈഹാ വഖദ് സനത്, പ്രവാചകനോട് ചോദിക്കാം, അതുസല്ലി അലൈഹാ വഖദ് സനത്, പ്രവാചക താങ്കൾ ഈ ഇവൾക്ക് വേണ്ടി, അവിടെ പറഞ്ഞ വാചകം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും എന്നുള്ളത്. ഇവൾക്ക് വേണ്ടി താങ്കൾ നമസ്കരിക്കുകയാണ് ഈ വ്യഭിചാരിണിയായ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം ദേഷ്യത്തോടു കൂടി തന്നെ മറുപടി പറയാണ്. എന്താ പറഞ്ഞ് മനസ്സിലാക്കിയത്? ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലി മദീന ലവസിഅത്. എന്താ പറഞ്ഞത്? ഈ സ്ത്രീ ഒരു തൗബ ചെയ്തിട്ടുണ്ട്, അവൾ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുള്ള മടക്കമാണ്? അതെങ്ങാനും മദീനയിലുള്ള 70 ആളുകൾക്കിടയിൽ വീതിച്ചാൽ
അവർക്ക് എല്ലാവർക്കും മതിയാകുന്ന രൂപത്തിലുള്ള തൗബയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ മാത്രം വലിയ തൗബ ചെയ്ത ഈ മഹദി, അവരെ പറ്റി നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്നൊരു പ്രവാചകൻ ചോദിക്കേണ്ടത്, സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് അർപ്പിച്ചു എന്നുള്ളതിന് അപ്പുറമായി ഇത് എന്താണ് അവർ ചെയ്യാനുള്ളത്? അവർ മഹദിയായി, ഏറ്റവും ഉന്നതയായ ഒരു സ്ത്രീയായി പ്രവാചകൻ അവരെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇസ്ലാം. ഇത്രമാത്രം തെറ്റുകളിൽ അകപ്പെട്ടവരാണെങ്കിലും ശരി, അള്ളാഹുവിലേക്ക് അവർ മടങ്ങിയാൽ അള്ളാഹു അവരെ സ്വീകരിക്കുകയും ഏറ്റവും ഔന്നത്യത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഉപദേശിക്കുകയും ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനോട്, നിങ്ങളെ റബ്ബിനോട്, നിന്റെ റബ്ബിനോട് നീ പൊറുക്കലിനെത്തുള്ളൂ. നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിക്കുന്ന റബ്ബിനോട് പൊറുക്കലിനെത്തുള്ളൂ. എങ്കിൽ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരും, ധാരാളമായി പ്രതിഫലം തരും എന്നൊക്കെ പറയുന്നതായി കാണാൻ കഴിയും. ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി ഉണ്ടായിരിക്കേണ്ടതാണ്. റമദാനിന്റെ ഇനി 1-2 ദിവസങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഏതാനും മണിക്കൂറുകൾ അതിൽ നാം പരമാവധി ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ ഔ 100 മറ. റസൂൽ പറയുന്നത്, ഞാൻ ഒരു ദിവസം 70 അതിലധികമോ തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു, പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്തുകൊണ്ടല്ല, പാപങ്ങൾ വന്നതുകൊണ്ടല്ല, ഒരു മാതൃകയായി മുസ്ലിം ഉമ്മത്തിന് ഒരു മാതൃകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 70 അല്ല 100 പ്രാവശ്യം എന്ന് ചില ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ഒരു ദിവസം തന്നെ പ്രവാചകൻ ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്ര വട്ടം നടത്തണം ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാറിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരമാവധി സമയം ഉപയോഗപ്പെടുത്തുക. ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവുമായുള്ള നമ്മുടെ കണക്ഷൻ അത് മാത്രമല്ല, പടച്ചവനായിട്ടുള്ള വേറൊരു കണക്ഷൻ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയാൻ കാരണം, നിങ്ങൾ പ്രാർത്ഥനയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല. അള്ളാഹുവിന്റെ തിരുനോട്ടം വേണം, അള്ളാഹുവിന്റെ കടാക്ഷം വേണം. നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു കരാർ കൂടിയാണ്. അതുകൂടെ കൂട്ടത്തിലെന്നാണ് പറയുന്നത്. അള്ളാഹുവേ എന്നെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവേ എന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഞാനൊരു നല്ലവനായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതുമായുടെ കരാർ കൂടിയാണ്. അള്ളാഹുവേ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ അതേ സ്വഭാവം സ്വീകരിക്കാൻ അള്ളാഹുവേ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോ പ്രാർത്ഥനയോടൊപ്പം ഈ കരാർ പാലനം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായി എന്ന് കാണാൻ കഴിയും. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ, എന്റെ ഹൃദയത്തെ എന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറഞ്ഞ് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന്. റബ്ബനാ ലാ തുസിൽ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. മറ്റൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. റബ്ബനാ ലാ തുസിൽ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരിക്കലും തെറ്റിച്ച് കളയണ്ട റബ്ബേ, ആ ഹിദായത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഏതായാലും ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അള്ളാഹുവോടുള്ള കരാർ എന്നുള്ള നിലക്ക് ആ പ്രാർത്ഥന പാലിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക.
ഈ അവസാന നിമിഷങ്ങളിൽ, അവസാന മണിക്കൂറുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിന് വേണ്ടി വിലയിരുത്തുകയും ചെയ്യുക. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യം കൂടി പറയട്ടെ. വെറും സ്വകാര്യമായ കാര്യങ്ങൾ മാത്രം പറയാനുള്ളതല്ല പ്രാർത്ഥന. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക. എന്റെ കാര്യങ്ങൾ എന്റേത് എന്ന് പറഞ്ഞുള്ള അവര് നമ്മുടെ പരാധീനതകൾ മാത്രം പറഞ്ഞ് നമ്മുടെ മാത്രം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതാക്കി പ്രാർത്ഥനയെ മാറ്റാതിരിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ലോകത്തോളം ഉയരണം നമ്മുടെ പ്രാർത്ഥന. ലോകത്തോളം ഉയരണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാണ് പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ സ്റ്റെപ്പ് എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പടച്ചവനെ എനിക്ക് പുറത്തു തരണമേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണമേ, അതേപോലെ തന്നെ എന്റെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് പുറത്തു തരണമേ, സത്യവിശ്വാസികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന ലോകത്തോളം നമ്മുടെ പ്രാർത്ഥന ഉയരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ടല്ലോ. വിശദീകരിക്കുന്നില്ല, വായിക്കുന്നവർക്ക് അത് നടുക്കത്തോടു കൂടിയല്ലാതെ ഓരോ വാർത്തയും വായിക്കാൻ കഴിയില്ല, അറിയാൻ സാധിക്കില്ല. അതിന് മാത്രം ദുരന്തമാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ, പ്രത്യേകിച്ച് നോമ്പ് തുറക്കാതിരിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥന വേളയിൽ അവരെ കൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹുവേ, പലസ്തീനിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക് സ്ഥൈര്യവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണമേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ ശുഹദാക്കളുടെ പദവിയിലേക്ക് ഉയർത്തണമേ. ഏതായാലും ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് രാത്രിയുടെ ഒഴിഞ്ഞ സമയങ്ങൾ, ഖിയാമുൽ-ലൈൽ നമസ്കരിക്കാറുണ്ടല്ലോ. ഖിയാമുൽ-ലൈലും അതേപോലെ തന്നെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയങ്ങളും നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു റീപ്ലേ നടത്തുക. നമ്മൾ ബോധം വെച്ചത് മുതൽ ഇതുവരെ ജീവിച്ച നമ്മുടെ ജീവിതം ഒന്നും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ വന്നുപോയിട്ടുള്ള അപാകതകൾ ഓരോന്നും മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെയൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവോട് ചെയ്ത ഓരോ തെറ്റിലും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക, തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ സഹജീവികളോടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള അപാകതകളും പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോയി കണ്ട് മനസ്സറിഞ്ഞ് അവരോട് പൊരുത്തപ്പെടാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക. അങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ പരിപൂർണമായി മോചിതമായിട്ടുണ്ട് ഈ റമദാൻ കഴിയുമ്പോൾ എന്ന് ഓരോരുത്തർക്കും ഉറപ്പുവരുത്താൻ പറ്റുന്ന രൂപത്തിൽ ഈ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം ആലോചിക്കുക, ഞാൻ മരണപ്പെടുന്ന അവസരം, എന്നെ ഖബറിലേക്ക് വെച്ചാലുണ്ടാകുന്ന അവസ്ഥ, നാളെ പരലോകത്ത് ഞാൻ ഹാജരാക്കപ്പെടുമ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മരണവും മരണശേഷവുമുള്ള ജീവിതത്തെ പറ്റിയും ഇങ്ങനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയും പരമാവധി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ദുആ നടത്തി ആ ദുആയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യാനുള്ള പരമാവധി ശ്രമം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും ശ്രദ്ധിച്ച് വിശ്വാസം നിലനിർത്തി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പുതിയ മനുഷ്യരായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക. കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ പഴയ രൂപത്തിലുള്ള തെറ്റായ പല കൂട്ടുകെട്ടുകളും അതിലേക്ക് പോകാതിരിക്കാനുള്ള
ശ്രദ്ധയും ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുക. നോമ്പിനെ പറ്റി ഒരു പരിച എന്ന് പറഞ്ഞല്ലോ. ആ പരിച നോമ്പ് കഴിഞ്ഞാൽ അഴിച്ചു വെക്കാനുള്ളതല്ല. ആ പരിച നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ആർജവത്തോടുകൂടി പലതിനോടും നോ പറയാനുള്ള ഒരു തട്ടേടം നമ്മൾ നേടിയെടുക്കുക. ഈ ഒരു മാസത്തേക്ക് കളഞ്ഞു കുളിക്കാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു ആർജവം നേടിയെടുത്ത് നമ്മുടെ സാധാരണ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇബാദത്തുകൾ ഒരുപാട് അത്യാവേശം കാണിച്ച് ഒരുപാട് വിവാദത്തുകൾ നമുക്ക് തുടർന്ന് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. റമദാനിൽ നമ്മൾ ചെയ്ത ഒരുപാട് വിവാദത്തുകളുണ്ട്. അതിൽ ചെയ്യാൻ നമുക്ക് തുടർത്താൻ പറ്റുന്ന എല്ലാം നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നമില്ലാതെ, അല്ലെ വീട്ടിലോ നാട്ടിലോ പ്രയാസങ്ങളില്ലാതെ, നമ്മുടെ ജോലിക്ക് തടസ്സമില്ലാതെ കൃത്യമായി നമുക്ക് ജമാഅത്തിനെത്താൻ സാധിച്ചിരുന്നു റമദാനിലേക്ക് എന്തുകൊണ്ട് തുടർന്ന് സാധിച്ചുകൂടാ? നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ പലതും നമ്മൾ റമദാനിൽ കുറെ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ നമുക്ക് തുടർച്ചയായി ചെയ്യാൻ പറ്റും അത് കൃത്യമായി ചെയ്യാനുള്ള ശ്രദ്ധ നമ്മുടെ പക്കലുണ്ടാകുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലഅന. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് കൃത്യമായി ചെയ്യലാണ്, നിരന്തരമായി ചെയ്യലാണ്, കുറച്ചാണെങ്കിലും. ഒരാൾ റവാത്തിബ് സുന്നത്ത് 10 റക്അത്ത് നമസ്കരിക്കുന്നില്ല, ഒരു 6 റക്അത്ത് നമസ്കരിക്കുന്നുള്ളൂ എല്ലാ ഫർളിന്റെയും ശേഷവും ഒക്കെയായിട്ടേക്ക്, അത് കൃത്യമായി ചെയ്യുക. അങ്ങനെ ആ ചെയ്യുന്ന കാര്യത്തിൽ സുന്നത്തായ കാര്യങ്ങൾ കൃത്യത വരുത്തലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. അപ്പൊ അമിതമായ ആവേശം കാണിച്ച് ഏതെങ്കിലും കുറച്ചു കാലത്ത് കുറെ ആരാധനകളാണ് ചെയ്ത് പിന്നെ എല്ലാം കളഞ്ഞു കുടിച്ചൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്ന ആരാധനകൾ അത് നിത്യമായി ആചരിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കലാണ്. അങ്ങനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. റബ്ബിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അതാണ്, റബ്ബിന് ഇഷ്ടമുള്ളത് അതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ യഥാർത്ഥത്തിൽ റമദാൻ ഈ പള്ളി അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, തറാവീഹ് എന്നൊക്കെ പറഞ്ഞ പരിശീലന കളരിയിലാണല്ലോ ശരിക്കും. നമുക്ക് പുറത്ത് ലക്ഷം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട്. ഇതുമായി ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ പല രൂപത്തിൽ പല ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്ക് അവരിലേക്ക് കൂടി നമ്മുടെ ഈ നന്മയുടെ വശം എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന സ്വർഗത്തിന് അവരും കൂടി അവകാശികളാണല്ലോ. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന നരക വിമോചനം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മുടെ ഈ സുന്ദരമായ ആദർശത്തിന്റെ തനിമ അവരിലേക്ക് കൂടി എത്തിക്കുകയും ഈ നന്മ അവരിലേക്ക് കൂടി പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമം നമ്മുടെ മക്കളിൽ ഉണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. നമ്മൾ മാത്രം ഇതിന്റെ ആൾക്കാരും നമ്മൾ മാത്രം നന്മ നേടുന്നവരും സ്വർഗത്തിന്റെ ആളുകളും ആയി മാറുന്നതല്ല. അതല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രചാരങ്ങൾ കൂടിയായി മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നവരായി നാം മാറണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് പെരുന്നാളാണ് വരുന്നത്. പെരുന്നാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്നാണ്. നിങ്ങൾ അള്ളാഹു ഹിദായത്തിലാക്കിയതിന് നിങ്ങൾ തക്ബീർ ചൊല്ലാൻ വേണ്ടി, അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടി, അതേപോലെ തന്നെ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്നൊക്കെ റമദാനിനെ പറ്റി പറഞ്ഞ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്. അത് പെരുന്നാളിനെ പറ്റിയാണ് എന്ന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളതാണ് പെരുന്നാൾ. നമുക്കറിയാം പെരുന്നാളാണ് എന്നാണ് ഉറപ്പിച്ചാൽ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ തക്ബീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈദ് എന്ന് പറയുന്ന പെരുന്നാൾ എന്നുള്ളത് ഒരു ആരാധനയാണ്. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നോമ്പ് തോറ്റ് അതേപോലെ ആരാധനകളിൽ മുഴുകി അതിന്റെ ഒരു സമാപനം എന്നുള്ള നിലക്കുള്ള ഒരു ആരാധനയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈദിനെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമികമായ ചൈതന്യവും അതേപോലെ തന്നെ അതിന്റെ സംസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ഈദ് ആഘോഷിക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക. ഏതായാലും ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്ന
സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ, സ്കലിതങ്ങൾ എല്ലാം അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുവാനാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ, മറ്റു ആളുകളുമായുള്ള പെരുമാറ്റങ്ങളിൽ എല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുവാനാവട്ടെ. നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുവാനാവട്ടെ. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. ഈ റമളാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമലുകൾ പടച്ചവൻ പരമാവധി അതിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നരകമുക്തി നൽകി, നരകമോചനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾക്ക് വിധേയമായ രോഗികളായ ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ ബർസഖി ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നല്ല ഒരു സ്ഥിതി വരുന്ന രൂപത്തിൽ അള്ളാഹു അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുമാറാവട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم ثبت أقدامهم وتقبل شهداءهم يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.